ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വൈറൽ മാക്സ്. ഇന്നത്തെ വീഡിയോ ക്വാളിറ്റി ഒന്നും നോക്കിക്കളയരുത്. ഇന്ന് എനിക്ക് വളരെ എമർജൻസി ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തരണം എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ആൻഡ്രോയിഡ് ആപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ടാക്കി പബ്ലിഷ് ചെയ്തു. അപ്പോൾ നല്ല രീതിയിൽ ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഏണിങ് കിട്ടുന്നുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ 10-20 ഒക്കെ ക്ലിക്കുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ 50 സെൻറ്റ്, 60 സെൻറ്റ്, 70 സെൻറ്റ് അങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. $1 പോലും തികച്ച് വരുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്കും ഇതേ കണക്ക് തന്നെ സെയിം രീതി തന്നെയായിരുന്നു. 10, 50, 55 ക്ലിക്കോളം ഒരു ദിവസം കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഏണിങ്സ്, പക്ഷേ അതനുസരിച്ച് ഏണിങ്സ് ഇല്ലായിരുന്നു. കാരണം എനിക്ക് CPC ഇപ്പോൾ എല്ലാവരും ഈ ആഡ്മോബ് ആഡ്സൻസ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എല്ലാവർക്കും CPC ഇംപ്രഷൻ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് ഈ CPC എന്ന് പറയുന്ന സാധനം 0.01 ആണ് തന്നുകൊണ്ടിരുന്നത്. അതായത് 50 ക്ലിക്ക് ചെയ്താലും 0.01 നോക്കുകയാണെങ്കിൽ 50 സെൻറ്റ്. അപ്പോൾ 0.02 സെൻറ്റ് വെച്ച് തരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു $1 വരും. അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു VPN യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കൂട്ടാം, ഏണിങ്സ് കൂട്ടാം. ഇപ്പോൾ VPN ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ യൂസ് ചെയ്യുന്നത് തെറ്റായ ഇല്ലീഗൽ രീതിയിൽ ചെയ്യുന്നതാണ്. ഏത് നിമിഷവും ആഡ്സൻസ് കട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പക്ഷേ വളരെ തികച്ചും ജെന്യൂനായിട്ടുള്ളൊരു വഴിയുണ്ട് ഈ CPC കൂടുതൽ കിട്ടാനായിട്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. കാരണം ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ആപ്പിൻ്റെ അകത്ത് ഇപ്പോൾ പരസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാ ഇന്ത്യയിലുള്ള പരസ്യങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പരസ്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാനഡയിൽ നിന്നോ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നോ അല്ലെങ്കിൽ USA ഒക്കെ പരസ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരസ്യത്തിൻ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞാൽ 0.15 സെൻറ്റൊക്കെയാണ്. അപ്പോൾ ഏകദേശം 2 ക്ലിക്ക് കിട്ടുമ്പോൾ തന്നെ ഏകദേശം $1, $2 ഒക്കെ കടന്നു പോകും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, ഒരുപാട് ക്ലിക്കൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ CPC ഭയങ്കര കുറവാണ്, 0.02 ഉള്ളൂ. ഇല്ല, ഒരാൾ ചെന്ന് മദ്ദളത്തിൻ്റെ അടുത്ത് പറഞ്ഞ കണക്കാണ് എൻ്റെ അവസ്ഥ. അതായത് എനിക്കും അതേ കണക്കൊക്കെ തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു മെത്തേഡിലൂടെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ജെന്യൂനായിട്ട് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ ഈ VPNും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ജെന്യൂനായിട്ട് നമ്മുടെ ഒരു CPC 0.15 അല്ലെങ്കിൽ 0.40 CPC ഒക്കെ എങ്ങനെ മേടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ. വളരെ ജെന്യൂനായിട്ടുള്ള ട്രിക്കാണ്. ആഡ്മോബ് തന്നെ സ്വയം ആഡ്മോബിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ മൊബൈലിലാണ് ചെയ്യുന്നത്. മൊബൈലിൻ്റെ അകത്ത് ഡെസ്ക്ടോപ്പ് വെർഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഓഡിയോ ക്വാളിറ്റി ഒന്നും നോക്കിക്കളയരുത്. അപ്പോൾ ഇതൊരു ട്രിക്ക് പറയാനായിട്ടാണ് എന്താണ് ചെയ്യട്ടെ എന്നുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു ആപ്പ് ഉണ്ടാക്കി ആപ്പിൻ്റെ അകത്ത് ബാനർ ID, ഇൻട്രസ്റ്റൽ ID ഒക്കെ ചെയ്ത് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. പക്ഷേ നമുക്ക് കിട്ടുന്നത് 0.02 CPC ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് ഈ ആഡ്മോബ് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ ലോഗിൻ ചെയ്ത് വെച്ചേക്കാണ്. ലോഗിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ മീഡിയേഷൻ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അപ്പോൾ മീഡിയേഷൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ കണക്കൊരെണ്ണം വരും. ഇതിപ്പോൾ ഞാൻ 4-5 എണ്ണം ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. 2-3 പ്രാവശ്യം വീഡിയോ ഒക്കെ ചെയ്യാൻ നോക്കി, പക്ഷേ നടന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് മീഡിയേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു നീല ബട്ടണിൽ കിടക്കുന്ന അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ വിൻഡോയുടെ അകത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ചൂസ് എ ഫോർമാറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബാനറിനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബാനറിനോ ഇൻട്രസ്റ്റലിനോ അല്ലെങ്കിൽ റിവാർഡ് വീഡിയോ ഏത് ഫോർമാറ്റിന് വേണമെങ്കിലും ചെയ്യാം. അതിന് ചെയ്യുക. അതിനുശേഷം പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുക, ആൻഡ്രോയിഡ്. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റർ എ മീഡിയേഷൻ ഗ്രൂപ്പ് നെയിം. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കുക. ഞാനിപ്പം VMAX എന്ന് കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ ബാനർ, ആൻഡ്രോയിഡ്. അതിനുശേഷം ഇൻക്ലൂഡ് കൺട്രീസ് ആൻഡ് ടെറിട്ടറീസ്. അതിൻ്റെ അകത്ത് ഈ രണ്ടാമത്തെ ഓപ്ഷൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് കാനഡയെന്ന് സെലക്ട് ചെയ്യുക. കാരണം കാനഡ എന്ന് പറയുന്നൊരു സംഭവം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഇത് തരുന്ന ഒരു CPC കൊടുക്കുന്ന ഒരു ഇതാണ്, ഹൈ CPC ആണ് അവിടെ ഉള്ളത്. അപ്പോൾ കാനഡ സെലക്ട് ചെയ്യുക. ഞാൻ കാനഡ സെലക്ട് ചെയ്യുകയാണ്. കാനഡ സെലക്ട് ചെയ്തു. ഓക്കെ. അതിനൊക്കെ നിങ്ങൾക്ക് ഇനിയും കൺട്രീസ് എത്ര വേണമെങ്കിലും കൺട്രീസ് ഇവിടെ ആഡ് ചെയ്യാം. വേണമെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്.
യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, ഈ 2 കൺട്രികളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ CPC കൊടുക്കുന്ന രാജ്യങ്ങളാണ്. അതായത് പരസ്യങ്ങൾക്കെല്ലാം നല്ല ഇത് കാണും. അതിനുശേഷം ഇവിടെ ആഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ അകത്ത് ആഡ് യൂണിറ്റ്സ് കൊടുക്കുക. അതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, നിങ്ങൾ ഏത് ആപ്പാണോ, വേണമെങ്കിൽ എല്ലാ ആപ്പും കൊടുക്കാം, ഒരു പ്രശ്നമില്ല. എല്ലാ ആപ്പിനും ഇതേ കണക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. എന്നിട്ട് ഞാനിപ്പോൾ വാറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്യുവാണ്. അപ്പോൾ കിട്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് 3 ബാനർ ആഡ്സ് ഉണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് വാറ്റ് എന്ന് പറഞ്ഞ ഒരു പേര് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് സെലക്ട് ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾക്ക് 3 സെലക്ട് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ 3 സെലക്ട് ചെയ്യാണ്. 3 സെലക്ട് ചെയ്തു. അതിനുശേഷം ഡൺ കൊടുക്കുക. ഓക്കെ. അതിനുശേഷം താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ ഇവിടെ ഈ റിയൽ ടൈം എന്നുള്ളിടത്ത് ഒരു പെന്നിൻ്റെ ഓപ്ഷൻ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് എഡിറ്റ് ചെയ്യാനാണ്. ഇതങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യുന്ന നേരത്ത് ഈ CPM എന്ന് പറഞ്ഞിട്ട് എത്ര ഡോളർ വരെയുള്ള പരസ്യങ്ങൾ കാണിക്കാം എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 0.25 ആക്കാം. ഓക്കെ. അപ്പോൾ ഞാനത് 0.25 ആക്കുവാണ്. 25 അത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം, പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഒരു 25 കൊടുക്കുമ്പോൾ അത്രയും നല്ലത്, വളരെ കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത് എപ്പോഴും. 0.25 കൊടുത്തു. അതിനുശേഷം ഞാൻ കൺഫേം ചെയ്തു. ഓക്കെ. അതിനുശേഷം സേവ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ മീഡിയേഷൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ പരസ്യങ്ങൾ വരും, യുണൈറ്റഡ് കിങ്ഡത്തിലെ പരസ്യങ്ങൾ വരും, കാനഡയിലെ പരസ്യങ്ങൾ വരും. അപ്പോൾ 25 മേലെ 0.025 മേലെയുള്ള പരസ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ 0.25 ഉള്ള പരസ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എത്രയാണോ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഒരു ക്ലിക്കിന് ചിലപ്പോൾ ഒരു 25 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു 4 ക്ലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം $1 വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വരും. ഇപ്പോൾ നമ്മളെല്ലാവരെയും പ്രശ്നങ്ങൾ ഈ ഒരു സംഭവം കൊണ്ട് തീരും. അപ്പോൾ നിങ്ങൾ ചെയ്ത് ഉടനെ തന്നെ അങ്ങനെ നിങ്ങൾക്ക് വരണമെന്നില്ല. ചിലപ്പോൾ 2 ദിവസം പിടിക്കും നിങ്ങൾ CPM ഒന്ന് മാറിക്കിട്ടാൻ. അപ്പം CPC ഒന്ന് മാറിക്കിട്ടാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം മതിയായിരിക്കും. ഇപ്പോൾ എനിക്ക് എൻ്റെ ഇതിൽ ഒരു ദിവസത്തോളം എടുത്തു. ഞാൻ ഇന്നലെയാണ് ചെയ്തത്. ഇന്നാണ് എനിക്കത് CPC 1 കിട്ടിയത്. അതായത് CPC 0.25 ആയിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.